ഓണം എക്സാമിന് സോഷ്യൽ സയൻസ് ജോഗ്രഫിയിലെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിലൂടെയാണ്. വെൽക്കം ടു എജ്യൂപോഡ് ക്ലാസ് 9 ഇസ്മിയോ നാഫി. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ സെക്കൻഡ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക, ഒന്ന് ലൈക്ക് ചെയ്യുക, കഴിയാണ് നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. സോ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദി 4 റീജിയണൽ ഡിവിഷൻസ് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്? എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് എനി 2 ഓഫ് ദം. ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ 4 പ്രാദേശിക വിഭജനങ്ങൾ ഏതൊക്കെയാണ്? അവയിൽ ഏതെങ്കിലും 2 എണ്ണത്തിന്റെ സവിശേഷത വിശദീകരിക്കുക. 4 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചോ, ഈ റീജിയണൽ ഡിവിഷൻസിൽ, അതായത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അഥവാ ഉത്തരേന്ത്യൻ സമതലത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ 4 എണ്ണം ഉണ്ട്. ഒന്നാമത്തെ ഏതാടാ? രാജസ്ഥാൻ പ്ലെയിൻ അഥവാ രാജസ്ഥാൻ സമതലം. രണ്ടാമത്തെ ഏതാടാ? പഞ്ചാബ് ഹരിയാന പ്ലെയിൻ അഥവാ പഞ്ചാബ് ഹരിയാന സമതലം. മൂന്നാമത്തെ ഏതാടാ? ഗംഗാ പ്ലെയിൻ അഥവാ ഗംഗാ സമതലം. നാലാമത്തെ ഏതാടാ? ബ്രഹ്മപുത്ര പ്ലെയിൻ അഥവാ ബ്രഹ്മപുത്ര സമതലം. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് രാജസ്ഥാൻ പ്ലെയിൻ എടുക്കുക അല്ലെ. രാജസ്ഥാൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ താർ ഡെസേർട്ട് അഥവാ താർ മരുഭൂമി ഉൾക്കൊള്ളുന്ന സമതലമാണ് ഇത് രാജസ്ഥാൻ പ്ലെയിൻ അഥവാ രാജസ്ഥാൻ സമതലം എന്ന് പറയുന്നത്. ഏതൊക്കെ സ്റ്റേറ്റിലൂടെ ഇത് കടന്നു പോകുന്നത്? ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്, ഈ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ ഒരു സംസ്ഥാനത്ത് കൂടിയാണ് എന്ത് കടന്നു പോകുന്നത്? രാജസ്ഥാൻ സമതലം. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത എന്താണ്? പഞ്ചാബ് ഹരിയാന സമതലം. പഞ്ചാബ് ഹരിയാന സമതലം എവിടെ? ഈ സിറ്റുവേറ്റഡ് നോർത്ത് ഈസ്റ്റ് ഓഫ് രാജസ്ഥാൻ പ്ലെയിൻ. രാജസ്ഥാൻ പ്ലെയിന്റെ വടക്ക് കിഴക്കേ ഭാഗത്താണ് എന്തുള്ളത്? പഞ്ചാബ് ഹരിയാന സമതലം. ഇതിലൂടെ എന്ത് പോകുന്നുണ്ട്? റിവർ യമുന. ഇതിലൂടെ എന്ത് പോകുന്നുണ്ട്? യമുന നദി പോകുന്നുണ്ട്. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് പോലുള്ള ഏരിയാസിൽ ഇതുണ്ട്. ഇതിൽ ടോട്ടൽ ഏരിയ എത്രയാണ്? 1.75 lakh സ്ക്വയർ കിലോമീറ്റർ. 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പഞ്ചാബിന് ലാൻഡ് ഓഫ് 5 റിവേഴ്സ്. 5 നദികളുടെ നാട് എന്ന് വിളിക്കുന്നത് ആരെയാണ്? പഞ്ചാബിനെയാണ്. ഏതൊക്കെയാണ് 5 നദികൾ? അതൊന്ന് പഠിച്ചു വെക്കണം. എക്സാമിന് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സത്ലജ്, ജലം, ചെനാബ്, രവി ആൻഡ് ബിയാസ്. ഇതാണ് എന്ത്? 5 നദികൾ എന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്യുക? പഠിച്ചു വിടാം. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? ഈ ഭാഗത്തുനിന്ന് എക്സാംസിന് ചോദിക്കും. അപ്പോൾ ഓരോ സമതലത്തിൻ്റെയും വിസ്തീർണവും നീളവും അതിലൂടെ ഒഴുകുന്ന നദികളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു വെക്കുക. അത് എന്ത് ചെയ്യണം? ഇതിലേക്ക് ആൻസേഴ്സ് ആയിട്ട് ആഡ് ചെയ്യണം കേട്ടോ. അടുത്തെന്താ? ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 zones ബേസ്ഡ് ഓൺ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് വിച്ച് ആർ ദേ എക്സ്പ്ലെയിൻ എനി 2. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ അടിസ്ഥാനമാക്കി ഉത്തരേന്ത്യൻ സമതലങ്ങളെ 3 മേഖലകളാക്കി തരംതിരിക്കാം. അവ ഏതാണ്? ഏതെങ്കിലും 2 എണ്ണം വിശദീകരിക്കാൻ. അപ്പം ജിയോഗ്രഫിക്കലി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ട് ഉത്തരേന്ത്യൻ സമതലത്തെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ബാബർ ഉണ്ട്, ടെറായ് ഉണ്ട്, അലൂവിയൽ പ്ലെയിൻസ് അഥവാ എക്കൽ സമതലങ്ങളുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബാബർ, ടെറായ്, അലൂവിയൽ പ്ലെയിൻസ് അല്ലെ. ബാബറും ടെറായും എക്കൽ സമതലവുമാണ് എന്ത്? ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ ജിയോഗ്രഫിക്കൽ ഡിവിഷൻ, അതായത് ഭൂമിശാസ്ത്രപരമായ വർഗീകരണം. ബാബറിന്റെ പ്രത്യേകം എന്താണ്? ഒന്ന് പഠിച്ചു വെക്കണേ. എന്താണ്? ബാബർ ഇസ് എ നാരോ ബെൽറ്റ് അപ്രോക്സിമേറ്റ്ലി 8 to 10 കിലോമീറ്റർ വൈഡ് അല്ലെ. 8 മുതൽ 10 കിലോമീറ്റർ വീതിയുള്ള ഭാഗമാണ് എന്ത്? ബാബർ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്? റോക്സ് ആൻഡ് ബൗൾഡേഴ്സ് ആണ്. വലിയ വലിയ കല്ലുകൾ, വലിയ വലിയ പാറക്കല്ലുകൾ ഉള്ളതാണ് ഇത് ബാബർ എന്ന് പറയുന്നത്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് ടെറായ് ആണ്. ടെറായ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെറായിന്റെ പ്രത്യേകം എന്താണ്? 10 to 20 കിലോമീറ്റർ വരുത്താണ് അല്ലേ. 10 മുതൽ 20 കിലോമീറ്റർ വരെ വീതി ഉള്ളതാണ് എന്ത്? ടെറായ് എന്ന് പറഞ്ഞാൽ. അത് മാത്രം ഇവിടെ എന്താണ്? സ്വാമ്പി റീജിയൻ ആൻഡ് മാർഷി റീജിയനാ. ചളിയൊക്കെയുള്ള ചതുപ്പ് നിലമാണ് എന്ത്? ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇതും വളരെ വളരെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ ബാബറും ടെറായും നിങ്ങൾ പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കും. പിന്നെ അലൂവിയൽ പ്ലെയിൻസ് അഥവാ എക്കൽ സമതലങ്ങൾ, അത് സെപ്പറേറ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? വാട്ട് ഈസ് ആൻ അലൂവിയൽ പ്ലെയിൻ? വാട്ട് ആർ ഇറ്റ്സ് 2 ഡിവിഷൻസ്? എന്താണ് എക്കൽ സമതലങ്ങൾ? അതിന് 2 വിഭജനങ്ങൾ ചെയ്തു അല്ലെ. അപ്പൊ എന്താണ് അലൂവിയൽ പ്ലെയിൻസ് പറഞ്ഞാൽ? സൗത്ത് ഓഫ് ദി ടെറായ്, ടെറായുടെ തെക്ക് ഭാഗത്ത് കാണുന്നതാണ് എന്ത്? അലൂവിയൽ പ്ലെയിൻസ് അല്ലെ, എക്കൽ സമതലങ്ങൾ. ഈ ടെറായുടെ സൗത്തിൽ അല്ലെങ്കിൽ ടെറായുടെ തെക്ക് ഭാഗത്ത് കാണുന്നതാണ് എന്ത്? അലൂവിയൽ പ്ലെയിൻസ് അഥവാ എക്കൽ സമതലങ്ങൾ എന്ന് പറഞ്ഞാൽ. അത് 2 ഭാഗമുണ്ട്. ഭംഗറും ഉണ്ട്, ഖാദറും ഉണ്ട്. ഏതൊക്കെയുണ്ട്? ഭംഗറും ഉണ്ട്, അതേപോലെ തന്നെ ഖാദറും ഉണ്ട് അല്ലെ. ഓൾഡ് അലൂവിയൽ ഡെപ്പോസിറ്റിനെ, പഴയ എക്കൽ നിക്ഷേപങ്ങൾ നമ്മൾ എന്ത് വിളിക്കുന്നു? ഭംഗർ എന്നും. ന്യൂ അലൂവിയൽ ഡെപ്പോസിറ്റിനെ, പുതിയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഖാദർ എന്നും വിളിക്കുന്നു. ആ ഒരു പ്രത്യേകത പഠിച്ചു വെക്കണേ. എക്സാമിന് ചോദിക്കാനുള്ളത് വളരെ വളരെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എനി 3 റീസൺസ് ഫോർ ദ എക്സസീവ് കോൾഡ് വെദർ ഇൻ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ അതിശൈത്യമായിട്ടുള്ള കാലാവസ്ഥയുടെ ഏതെങ്കിലും 3 കാരണങ്ങൾ ചെയ്ത. ഉത്തരേന്ത്യൻ സമതലത്തിൽ
കോൾഡ് വെതർ, തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് കാരണങ്ങൾ? ഒന്നാമത് എന്താ, ദ മേജർ പോർഷൻ ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഈസ് ലൊക്കേറ്റഡ് ഫാർ അവേ ഫ്രം ദി ഓഷൻസിൽ. എന്താണ്, കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും എത്രയോ അകലെയാണ് ആരുള്ളത്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. അപ്പം കടലടുത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യും, തണുപ്പും ചൂട് നമുക്ക് വല്ലാണ്ട് അനുഭവപ്പെടില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ വലിയ രീതിയിൽ തണുപ്പും ചൂട് അനുഭവപ്പെടാത്തത്. പക്ഷേ ഈ ഉത്തരേന്ത്യൻ സമുദ്രം എവിടെയാ, കടലിൽ നിന്ന് എത്രയോ വിട്ടിട്ടാണല്ലേ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ശൈത്യകാലം അതിശക്തമാകുന്നത്. അത് മാത്രമല്ല, ഹിമാലയൻ റേഞ്ചസ് എന്നുള്ള ശക്തമായിട്ടുള്ള ശീതക്കാറ്റ് അല്ലെ, ഹിമാലയൻ റേഞ്ചസ് എന്ത് ചെയ്യാണ്, നല്ല കോൾഡ് വിൻഡ് അഥവാ ശക്തമായ ശീതക്കാറ്റ് എന്ത് ചെയ്യുന്നു, ഇവിടേക്ക് വീശുന്നു. അത് മാത്രമല്ല, ഈ വിന്റർ സീസണിൽ എന്ത് ചെയ്യും, വെസ്റ്റ് ഏഷ്യ, പടിഞ്ഞാറൻ ഏഷ്യയിൽ നിന്ന് ഫ്രോസ്റ്റ്, ഫോഗ് ആൻഡ് കോൾഡ് വേവ്സ് അല്ലെ, ഹിമവും ശീതക്കാറ്റും ശീതതരംഗവും എങ്ങോട്ടേക്ക് എത്തുന്നു, ഇവിടേക്ക് എത്തുന്നു. ഈ റീസൺ കൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഉത്തരേന്ത്യയിൽ തണുപ്പ് കാലത്ത് അതിശൈത്യം അനുഭവപ്പെടുന്നത്. 3 പോയിന്റ് പഠിച്ചു വെക്കണേ, എക്സാമിന് 3 മാർക്കിന് ചോദിക്കും. അടുത്തതാണ്, പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദ 2 സബ്ഡിവിഷൻ of the Bay of Bengal branch of the southwest monsoon. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ 2 ഉപവിഭാഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ ഇന്ത്യയിലേക്കല്ലേ, നമുക്കറിയാം എന്താണ് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അത് 2 കഷ്ണമാവും. ഒന്ന് അറേബ്യൻ സീ ബ്രാഞ്ചും രണ്ടാമത് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് അഥവാ ബംഗാൾ ഉൾക്കടൽ ശാഖ. ഈ ബംഗാൾ ഉൾക്കടൽ ശാഖ എന്ത് ചെയ്യുന്നു, അത് ബംഗാളിൽ എത്തുമ്പോൾ 2ആയി തിരിയുന്നുണ്ട്. ഒന്ന് ഏതാണ്, ബ്രഹ്മപുത്ര ബ്രാഞ്ചും രണ്ടാമത്തെ ഏതാണ്, ഗംഗാ ബ്രാഞ്ചും അല്ലെ. ഒന്നാമത്തെ ഏതാ, ബ്രഹ്മപുത്ര ശാഖയും രണ്ടാമത്തെ ഏതാണ്, ഗംഗാ ബ്രാഞ്ച് അഥവാ ഗംഗാ ശാഖയുമാണ്. അപ്പൊ ഇത് രണ്ടിന്റെയും പ്രത്യേകതകൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം അല്ലെ. നമുക്കറിയാം എന്താണ് 1 ബ്രാഞ്ച് അല്ലെ. ഈ ബ്രഹ്മപുത്ര ശാഖയുടെ പ്രത്യേകത എന്താ, ബ്രഹ്മപുത്ര ശാഖ എന്ത് ചെയ്യുന്നു, ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് മൊത്തം എന്ത് പെയ്യിക്കുന്നു, മഴ പെയ്യിക്കുന്നു. രണ്ടാമത്തെ ബ്രാഞ്ച് ആയിട്ടുള്ള ഗംഗാ ബ്രാഞ്ച് എന്താ ചെയ്യുക, ഇന്ത്യയുടെ നോർത്തേൺ സൈഡിലെ സ്റ്റേറ്റ് ആയിട്ടുള്ള ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി അവിടങ്ങളൊക്കെ എന്ത് പെയ്യിക്കുന്നു, മഴ പെയ്യിക്കുന്നു. അപ്പോൾ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് 2 ഉണ്ട്, ഗംഗാ ബ്രാഞ്ചും ബ്രഹ്മപുത്ര ബ്രാഞ്ചും. അതിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കും. അടുത്തതാണ്, വാട്ട് ആർ ദി 2 ഡിവിഷൻസ് ഓഫ് ദി ട്രോപ്പിക്കൽ ഡിസിഡ്യൂസ് ഫോറസ്റ്റ് എക്സ്പ്ലെയിൻ. ഉഷ്ണമേഖല ഇലപൊഴി വനങ്ങളുടെ 2 വിഭജനങ്ങൾ ഏതൊക്കെയാണ്, വിശദീകരിക്കുക. എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കും കേട്ടോ. അപ്പോൾ ട്രോപ്പിക്കൽ ഡിസിഡ്യൂസ് ഫോറസ്റ്റ്, ഉഷ്ണമേഖല ഇലപൊഴി വനങ്ങൾ 2 ഉണ്ട്. ഒന്ന് ഡ്രൈ ഡിസിഡ്യൂസ് ഫോറസ്റ്റ് അഥവാ വരണ്ട ഇലപൊഴിയും കാടുകളാണ്. രണ്ടാമത്തെ ഏതാണ്, മോയ്സ്റ്റ് ഡിസിഡ്യൂസ് ഫോറസ്റ്റ് അഥവാ ആർദ്ര ഇലപൊഴിയും കാടുകളാണ്. ഇത് ഉറപ്പാട്ട മക്കളെ, മിക്കവാറും നിങ്ങളുടെ ഓണം എക്സാമിന് ജോഗ്രഫിയിൽ നിന്നുള്ള എസ്എ ക്വസ്റ്റ്യൻ ഇതാവാനാണ് ചാൻസ് കൂടുതൽ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വെച്ചോ, വാട്ട് ആർ ദി 2 ഡിവിഷൻസ് ഓഫ് ദി ട്രോപ്പിക്കൽ ഡിസിഡ്യൂസ് ഫോറസ്റ്റ് അല്ലെ, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളുടെ 2 വിഭജനങ്ങൾ ഏതൊക്കെയാണ്, വിശദീകരിക്കുക. അപ്പൊ ഒന്നാമത്തെ ഏതാണ്, ഡ്രൈ ഡിസിഡ്യൂസ് ഫോറസ്റ്റ് ആണല്ലേ. എന്താണ് ഡ്രൈ ഡിസിഡ്യൂസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ വരണ്ട ഇലപൊഴിയും കാടുകളുടെ പ്രത്യേകത, ഇവിടുത്തെ ആനുവൽ റെയിൻഫോൾ, വാർഷിക പാദം എത്രയായിരിക്കും, വാർഷിക മഴ എത്രയായിരിക്കും, 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിലായിരിക്കും. അതുമാത്രമല്ല, ഈ കാടുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു കാലഘട്ടം അനുഭവപ്പെടുന്നു. നമ്മുടെ ഉത്തർപ്രദേശിലും ബീഹാറിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ടൈപ്പ് കാടുകൾ കാണാൻ പറ്റും കേട്ടോ. അടുത്തതാണ് മോയ്സ്റ്റ് ഡിസിഡ്യൂസ് ഫോറസ്റ്റ് അഥവാ ആർദ്ര ഇലപൊഴിയും കാടുകളാണ്. ഇവിടുത്തെ റെയിൻഫോൾ എത്രയാണ്, 100 സെന്റിമീറ്റർ ടു 200 സെന്റിമീറ്റർ ആണ്. വർഷത്തിൽ 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഇത് മോയ്സ്റ്റ് ഡിസിഡ്യൂസ് ഫോറസ്റ്റ് അഥവാ ആർദ്ര ഇലപൊഴിയും കാടുകൾ. ഇതെവിടെയൊക്കെ കാണാൻ പറ്റും, ഒഡീഷയിലും വെസ്റ്റ് ബംഗാളിലൊക്കെ കാണാൻ പറ്റും. ഈ മോയ്സ്റ്റ് ഡിസിഡ്യൂസ് ഫോറസ്റ്റ് അഥവാ ആർദ്ര ഇലപൊഴിയും കാടുകളിൽ കാണുന്ന മരങ്ങൾ ഏതൊക്കെയാണ്, ടീക്ക്, തേക്കുണ്ട്, സാലുണ്ട്, ശിശാമ്, മഹുവ, അംല, സാൻഡ്വുഡ് അഥവാ ചന്ദനമരം, നെല്ലിക്ക, ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ കാണുന്ന ഒരു സ്ഥലമാണ് ഇത് മോയ്സ്റ്റ് ഡിസിഡ്യൂസ് ഫോറസ്റ്റ് കേട്ടോ, ആർദ്ര ഇലപൊഴിയും കാടുകൾ. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യം. നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് സെറ്റാക്കി റെഡിയാക്കി ഓക്കെ ആക്കി വെക്കട്ടോ. അപ്പൊ ഇതൊക്കെ ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ നോട്ട് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നിന്ന് 1 വേർഡ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസറും അതേപോലെ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ഉത്തരേന്ത്യൻ സമുദ്രത്തിന്റെ നീളം എത്ര. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ഉത്തരേന്ത്യൻ സമുദ്രത്തിന്റെ ആകെ വിസ്തീർണം എത്ര. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ്റെയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചേർത്ത് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. കാരണം ഇതേപോലുള്ള 1 വേർഡുകളൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മക്കളെ, മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരും. അതിനു മുമ്പ് നമ്മുടെ ലൈവുകൾ
നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ലൈവിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യുക നോട്ട് കിട്ടാനായിട്ട്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഫ്രണ്ട്സിനൊന്ന് വീഡിയോ അയച്ചു കൊടുക്കണേ. അപ്പോൾ ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ. ബൈ.